ഇലക്ട്രീഷ്യൻ ട്രേഡിന്റെ പുതിയ സെക്ഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ സെക്ഷനിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് റിലേ ഓപ്പറേഷന് വേണ്ടി പിക്കപ്പ് കറന്റ്, ടൈം സെറ്റിംഗ് മൾട്ടിപ്ലയർ എന്നിവ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഈ സെഷൻ തീരുന്നതോടെ നിങ്ങൾക്ക് ഡിഫറെന്റ് പെർസെന്റേജിൽ ഫോൾട്ട് കറന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും ഡിഫറെന്റ് ഫോൾട്ട് കറന്റിന് അനുസൃതമായി ഇഞ്ചക്ടർ യൂണിറ്റിൽ എങ്ങനെ കറന്റ് സെറ്റ് ചെയ്യാനാകുമെന്നും 50% ഫോൾട്ട് കറന്റിന് പിക്കപ്പ് കറന്റ് എങ്ങനെ സെറ്റ് ചെയ്യാനാകുമെന്നും ഒരു ടൈം മൾട്ടിപ്ലയറിന്റെ ടൈം സെറ്റിംഗ് പല ഫോൾട്ട് കണ്ടീഷൻസിലും എങ്ങനെ സെറ്റ് ചെയ്യാനാകുമെന്നും പഠിക്കും. Electrician Tools Kit and Equipments Required. Electrician Tool Kit. Overcurrent relay with manual. Current injection unit with manual. Air circuit breaker 3-phase. കൂടാതെ 415 വോൾട്ട്. കപ്പാസിറ്റി 400 ആംപിയേഴ്സ് ആയിരിക്കും മാക്സിമം കപ്പാസിറ്റി. വിത്ത് ഇൻസ്ട്രക്ഷൻ മാനുവൽ. മൾട്ടിമീറ്റർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പർ മോഡിൽ നമ്മൾ സ്വിച്ച് സെലക്ട് ചെയ്യാൻ നോക്കുക. കൂടാതെ കറണ്ടും റെസിസ്റ്റൻസും പ്രോപ്പർ റേഞ്ചിലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. സേഫ്റ്റി പ്രിക്കോഷൻസ്. റിലേ ഒരിക്കൽ ട്രിപ്പായാൽ ഫ്ലാഗ് റെഡ് ലൈനിലായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ഒരിക്കൽ ട്രിപ്പ് ഓഫ് ആവുകയാണെങ്കിൽ ലിവറിൻ്റെ മാനുവൽ റീസെറ്റിംഗ് ഓപ്പറേഷൻ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരുന്നതാണ്. റിലേയുടെ ഉള്ളിൽ ഒരു കാരണവശാലും ഡസ്റ്റോ ടൈനി പാർട്ടിക്കിൾസോ കടക്കാൻ നമ്മൾ അനുവദിക്കരുത്. ഈ ഡസ്റ്റ് അതിൻ്റെ പിനിയൻ അവിടെ പോയി ഡെപ്പോസിറ്റ് ആവുന്നു. കൂടാതെ ഡിസ്ക് മൂവ്മെൻറ്റിനെ അത് ബാധിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഏതെങ്കിലും പ്രൊജക്റ്റഡ് പാർട്സിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യോ ടച്ച് ചെയ്യാനോ പാടില്ല. കൂടാതെ റിലേ കണക്ഷൻ കൊടുക്കാനായി ഒരിക്കലും ചെറിയ സൈസ് കേബിൾ നമ്മൾ ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിംഗ് സംഭവിക്കുന്നതായിരിക്കും. റിലേ പാർട്സ് കൃത്യമായി തന്നെ കണക്ട് ചെയ്യേണ്ടതാണ്. ഓരോ ടെസ്റ്റിന് ശേഷവും റിലേ ഒരു 10 മിനിറ്റെങ്കിലും തണുക്കാൻ നമ്മൾ സമയം കൊടുക്കണം. ഫോൾട്ട് കറണ്ട് ഡിഫറെൻറ്റ് പെർസെൻറ്റേജസിൽ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സപ്ലൈ കറണ്ടിൻ്റെ വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. അതായത് ഓപ്പറേറ്റിംഗ് ഓവർ കറണ്ട് ട്രിപ്പിൻ്റെ ലെവലിലേക്കാണ് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം ഇൻപുട്ട് കറണ്ട് ടെർമിനൽസ് ഐഡൻറ്റിഫൈ ചെയ്യുക. കൂടാതെ റിലേയിലെ NC അല്ലെങ്കിൽ NO കോണ്ടാക്ട്സിൻ്റെ പിൻസ് നമ്മൾ ഷോർട്ട് ചെയ്യുക. ഡിഫറെൻറ്റ് ഫോൾട്ട് കറണ്ട് ലെവലിന് പ്രൊവൈഡ് ചെയ്യാനായി കറണ്ട് ഇഞ്ചക്ടർ യൂണിറ്റ് റിക്വയർഡ് ആണ്. റിലേയിലെ ടാപ്പ് സെറ്റിങ്ങിലാണ് ഫോൾട്ട് കറണ്ട് സെറ്റിംഗ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതിനൊപ്പം തന്നെ നമ്മൾ ഫോൾട്ട് കറണ്ടിൻ്റെ പെർസെൻറ്റേജും സമയത്തിൽ സെറ്റ് ചെയ്യണം. മാനുവലിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പോലെ കണക്ഷൻ ഓഫ് ദി ട്രിപ്പിംഗ് കോയിൽ വോൾട്ടേജും അതുകൂടാതെ ഫോൾട്ട് കറണ്ടും കറണ്ട് ഇഞ്ചക്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടതാണ്. കറണ്ട് ഇഞ്ചക്ടർ യൂണിറ്റിൻ്റെ എല്ലാ കൺട്രോൾസും നമ്മൾ 0 പൊസിഷനിലേക്ക് തിരിച്ചു വെക്കണം. നമ്മളിത് പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് മുൻപ് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ കണ്ടക്ടറിനെ പറ്റി നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഒരു കണ്ടക്ടറിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേബിളിൻ്റെ അതായത് അതിൻ്റെ മാക്സിമം കറണ്ടാണ്. അതായത് നമ്പർ ഓഫ് ആംപിയേഴ്സ് എന്ന് പറയും. അതായത് ഒരിക്കലും ടെമ്പറേച്ചർ റേറ്റിംഗ് എക്സീഡ് ആവാതെ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ആംപാസിറ്റി എന്ന് വിളിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടക്ടർ സൈസ്, ആംബിയൻറ്റ് ടെമ്പറേച്ചർ, ഇൻസുലേഷൻ കണ്ടീഷൻസ്. നമുക്കിതിൽ ചെറിയ കാൽക്കുലേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് കറന്റ് കപ്പാസിറ്റി ഓഫ് ദി കോപ്പർ കേബിൾ അപ് ടു 30 സ്ക്വയർ mm. ഇതിൻ്റെ ഇക്വേഷൻ നോക്കാം. 6 ഇൻറ്റു കേബിൾ സൈസ് അതായത് 6 മൾട്ടിപ്ലൈഡ് ബൈ 1 സ്ക്വയർ mm ഈക്വൽ ടു 6 ആംപിയേഴ്സ്. ആ കണ്ടക്ടറിൻ്റെ മാക്സിമം കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 6 ആംപിയർ ആയിരിക്കും. സെറ്റപ്പ് കറണ്ട് ഇൻ ഇഞ്ചക്ടർ യൂണിറ്റ് ഫോർ ഡിഫറെൻറ്റ് ഫോൾട്ട് കറണ്ട്സ്. ടാപ്പ് റിലേ എപ്പോഴും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അത് 1 ആംപിയറിലായിരിക്കണം. ഡയലിൽ നിന്ന് മൾട്ടിപ്ലയർ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. അതിനുശേഷം വാല്യൂ നോട്ട് ഡൗൺ ചെയ്യുക. മൾട്ടിപ്ലയർ 2 നമ്മൾ സെലക്ട് ചെയ്യുക. സോ ടോട്ടൽ ഫോൾട്ട് കറണ്ട് 2 ആംപിയറിലായിരിക്കും ഉണ്ടാവുന്നത്. കൂടാതെ ടൈം മൾട്ടിപ്ലയർ ഡിസ്ക് പൊസിഷൻ 1-ലാണെന്ന് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതാണ്. കൂടാതെ മൾട്ടിപ്ലയർ 2-ൻ്റെ ഡയലിലെ ടൈം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. അതിനുശേഷം കറണ്ട് ഇഞ്ചക്ടർ യൂണിറ്റ് ഓൺ ചെയ്യുക. റിലേ എനർജൈസ്ഡ് ആണെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതാണ്. കൂടാതെ ഇൻപുട്ട് കറണ്ട് ഇൻക്രീസ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് പിക്കപ്പ് കറണ്ടിന് ഒപ്പത്തിനൊപ്പം എത്തുന്നുണ്ടോ എന്ന് നോക്കുക. റിലേയിലെ ഡിസ്കുകൾ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം കറണ്ട് പിക്കപ്പ് വാല്യൂയിലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് സംഭവിക്കേണ്ടതാണ്. ഈ വാല്യൂസ് എല്ലാം റെക്കോർഡ് ചെയ്യുക. സെറ്റ് ദി പിക്കപ്പ് കറന്റ് ഓഫ് എ 50% ഫോൾട്ട് കറന്റ്.
നമ്മൾ TMS സെറ്റ് ചെയ്തിരിക്കുന്നത് 0.5-ലാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആക്ച്വൽ ട്രിപ്പ് ടൈമിൽ നിന്ന് 50% റെഡ്യൂസ്ഡ് ആയിട്ടായിരിക്കും ട്രിപ്പ് ടൈം കാണിക്കുന്നത്. അതിനുശേഷം സെറ്റ് ടൈം മൾട്ടിപ്ലയർ ഫോർ ടൈം സെറ്റിംഗ്, അതായത് ഫോൾട്ട് കണ്ടീഷൻസ് ഉള്ളപ്പോൾ. റിലേയുടെ എല്ലാ കൺട്രോൾ സ്വിച്ചസും നോബ്സും 0 പൊസിഷനിലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം മെയിൻ സ്പിൻഡിലെ TMS ഡിസ്ക് റൊട്ടേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ പൊസിഷൻ 0.5 ആയിരിക്കണം. ശേഷം ഡയലിൻ്റെ മൾട്ടിപ്ലയർ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. വാല്യൂ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുക. മൾട്ടിപ്ലയർ 2 സെലക്ട് ചെയ്ത് അതിൻ്റെ ഫോൾട്ട് കറണ്ട് 2 ആംപിയറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുക. അതുമാത്രമല്ല, നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് ടൈം മൾട്ടിപ്ലയർ ഡിസ്ക് പൊസിഷൻ 1-ലാണെന്ന് ഉറപ്പുവരുത്തുക. ഇതിനുശേഷം കറസ്പോണ്ടിങ് ടൈം നമ്മൾ റെക്കോർഡ് ചെയ്യുക, അതായത് മൾട്ടിപ്ലയർ 2-ൻ്റെ ഡയലിൽ കാണുന്നത്. കറണ്ട് ഇഞ്ചക്ടർ യൂണിറ്റ് നമ്മൾ ഓൺ ചെയ്യുക. റിലേ എനർജൈസ്ഡ് ആണെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം പിക്കപ്പ് കറണ്ടിൻ്റെ ഒപ്പത്തിനൊപ്പം എത്തുന്ന രീതിയിൽ ഇൻപുട്ട് കറണ്ട് നമ്മൾ മെല്ലെ ഇൻക്രീസ് ചെയ്യുക. പിക്കപ്പ് വാല്യൂസിലേക്ക് കറണ്ട് ഇൻക്രീസ് ആവുന്നതനുസരിച്ച് റിലേയുടെ ഡിസ്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ഈ വാല്യൂസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. റീക്യാപ്പ്. ഈ സെക്ഷനിൽ നമ്മൾ ഇതുവരെ ഡിഫറെന്റ് പെർസെൻറ്റേജസിൽ ഫോൾട്ട് കറണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനാകുമെന്നും ഡിഫറെന്റ് ഫോൾട്ട് കറൻസിനനുസൃതമായി ഇഞ്ചക്ടർ യൂണിറ്റിൽ എങ്ങനെ കറണ്ട് സെറ്റ് ചെയ്യാനാകുമെന്നും 50% ഫോൾട്ട് കറണ്ടിൽ പിക്കപ്പ് കറണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാനാകുമെന്നും ഒരു ടൈം മൾട്ടിപ്ലയറിന്റെ ടൈം സെറ്റിംഗ് പല ഫോൾട്ട് കണ്ടീഷൻസിലും എങ്ങനെ സെറ്റ് ചെയ്യാനാകുമെന്നും പഠിച്ചു. ഇന്നത്തെ സെക്ഷനിലെ എല്ലാ കൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു സെക്ഷനിൽ പുതിയൊരു കൺസെപ്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.